സംസ്ഥാനത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന വ്യാജ വെളിച്ചെണ്ണയുടെ ഒഴുക്കിനെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് നേർക്കെണ്ണ പുറത്തുവിട്ടതാണ്. ഇതിനു പിന്നാലെ പലയിടങ്ങളിലും പരിശോധന നടത്തി പ്ലാന്റുകൾ സീൽ ചെയ്യുകയും ഉൽപ്പന്നം നിരോധിക്കുകയുമുണ്ടായി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനകൾക്കപ്പുറം സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെടുന്ന വ്യാജ വെളിച്ചെണ്ണ പൂർണ്ണമായും ഇല്ലാതാക്കാൻ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഒരു ബ്രാൻഡ് നിരോധിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ പുതിയത് വിപണിയിലെത്തും. വ്യാജ വെളിച്ചെണ്ണയ്ക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ കാങ്കയം, കരൂർ മേഖലകളിൽ നിന്നാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് പല ബ്രാൻഡുകളിൽ വെളിച്ചെണ്ണ എത്തുന്നത്. സഹകരണ സ്ഥാപനമായ കേരാഫെഡിന്റെ പേരിൽ പോലും വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ സജീവമാണ്. GST വന്നതോടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായതും ഇത്തരം ഗ്രൂപ്പുകൾക്ക് ഗുണകരമായി മാറിക്കഴിഞ്ഞു. വ്യാജ വെളിച്ചെണ്ണ സംഘത്തെ തിരിച്ചറിഞ്ഞാൽ പോലും ശക്തമായ നടപടി സ്വീകരിക്കാനോ പൂർണ്ണമായും അതിന്റെ ഒഴുക്ക് തടയാനോ നമ്മുടെ അധികാരികൾക്ക് കഴിയുന്നില്ല. ഓരോ സീസണിലും നടക്കുന്ന പതിവ് പരിശോധനകളും നിരോധിക്കലുമല്ലാതെ പ്രായോഗികമായ പോംവഴി എന്തെന്ന് പഠിക്കുന്നത് കൂടിയില്ല. ഇന്ന് മാർക്കറ്റിൽ 3 ടൈപ്പ് വെളിച്ചെണ്ണ ലഭ്യമാണ്. ഒന്ന്, നിങ്ങളിപ്പോൾ പേപ്പറിലൊക്കെ വായിച്ചു വരുന്ന ഒരു വ്യാജ വെളിച്ചെണ്ണ, അതായത് പാരഫിൻ വാക്സ് മിക്സ് ചെയ്ത് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പാക്ക് ചെയ്ത് വിൽക്കുന്ന വെളിച്ചെണ്ണ. വളരെ വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് ഉപഭോക്താവ് അതിൽ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമ്മുടെ ജനങ്ങൾക്ക് ലിവർ സിറോസിസ്, കിഡ്നി രോഗങ്ങൾ, ക്യാൻസർ മുതലായ രോഗങ്ങൾ പിടിപെടാൻ വളരെ സാധ്യത കൂടുതലാണ്. രണ്ടാമതായി വേറൊരു ടൈപ്പ് വെളിച്ചെണ്ണ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മിക്സ് ചെയ്ത വെളിച്ചെണ്ണ, അഥവാ 2-3 തരം കൊപ്രകൾ മിക്സ് ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളെ നാട്ടിൽ തന്നെ പല മില്ലുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടൈപ്പ് വെളിച്ചെണ്ണ. കാരണം ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി കൊപ്ര വരെ മിക്സ് ചെയ്തുകൊണ്ട്, വിലക്കുറവുള്ള കൊപ്ര വാങ്ങി മിക്സ് ചെയ്തുകൊണ്ട് 50% വരെ താഴ്ന്ന വിലക്ക് കിട്ടുന്ന കൊപ്ര മിക്സ് ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ, അതും നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ പോലും ശുദ്ധമായ വെളിച്ചെണ്ണ ലഭ്യമാക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ലഭ്യമാക്കാനുള്ള സാഹചര്യം നമുക്കില്ലാത്തത് കൊണ്ടാണോ? അതോ വിഷലിപ്തമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന വാശിയാണോ? നേർക്കെണ്ണ അന്വേഷിക്കുകയാണ്. 2018 ഓഗസ്റ്റ് മുതൽ 2019 ഓഗസ്റ്റ് വരെ നാളികേര വർഷമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ നാളികേര ഉൽപ്പാദക കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക, വെർജിൻ കോക്കനട്ട് ഓയിൽ പ്ലാന്റ് സ്ഥാപിക്കുക, നാളികേരാധിഷ്ഠിത ആഗ്രോ സൂപ്പർ ബസാറുകൾ ആരംഭിക്കുക തുടങ്ങിയവയാണ് അതിൽ പ്രധാന വാഗ്ദാനങ്ങൾ. ഇനി വിഷയത്തിലേക്ക് വരാം. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 29 നാളികേര ഉൽപ്പാദക കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? നാളികേര വികസന ബോർഡിന്റെ നിയമാവലിക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഇവയിൽ പലതും ഇന്ന് നിർജീവ അവസ്ഥയിലാണ്. 2013 ശേഷമാണ് കേരളത്തിലെ നാളികേര ഉൽപ്പാദക കമ്പനികളായി ലിമിറ്റഡ് പ്രൊഡ്യൂസർ കമ്പനികളായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ 29 രജിസ്റ്റേർഡ് കമ്പനികൾ കേരളത്തിലുണ്ട്. പ്രധാനമായി നീരയും അതിൻ്റെ ബൈ പ്രോഡക്ട്സും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലാണ് കമ്പനികൾ ആരംഭിച്ചത്. ഇപ്പോൾ തുടക്കത്തിൽ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെയും കേരള സർക്കാരിൻ്റെയും സാങ്കേതിക പിന്തുണയോടെയാണ് ഈ കമ്പനികൾ ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ നാളികേര വികസന ബോർഡ് ഇത്തരം കമ്പനികളുടെ തുടക്കത്തിന് നേതൃത്വം നൽകുകയും സാങ്കേതിക പിന്തുണയും സാമ്പത്തിക സഹായവും നൽകിയ നാളികേര വികസന ബോർഡിൻ്റെ പുതിയ ഭരണസമിതി ഇപ്പോൾ 1-2 വർഷമായി ഇത്തരം കമ്പനികൾക്കുള്ള എല്ലാ സഹായങ്ങളും നിർത്തലാക്കിയെന്ന് മാത്രമല്ല, വളരെ വൈരാഗ്യപൂർണമായ ഒരു സമീപനമാണ് പലപ്പോഴും നാളികേര വികസന ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സബ്സിഡിയും വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയുമാണ് പ്രധാന മൂലധന ഉറവിടം. 40 മുതൽ 100 വരെ കർഷകർ അംഗങ്ങളായുള്ള നാളികേര ഉൽപ്പാദക സൊസൈറ്റിയും 15 മുതൽ 25 വരെ സൊസൈറ്റികൾ ഉൾപ്പെടുന്ന നാളികേര ഉൽപ്പാദക ഫെഡറേഷനുകളും 8 മുതൽ 10 വരെ ഫെഡറേഷനുകൾ ഉൾപ്പെടുന്ന നാളികേര ഉൽപ്പാദക കമ്പനികളും അടങ്ങിയ ബൃഹത്തായ ശൃംഖലയാണ് ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. ഈ കമ്പനികളുടെ തുടക്കത്തിൽ 29 കമ്പനികൾ, അതിൻ്റെ കീഴിൽ ഒരുപാട് ഫെഡറേഷനുകളുണ്ട്, രജിസ്റ്റേർഡ് ഫെഡറേഷനുകൾ. ഇപ്പോൾ കടത്തനാട് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിൽ 10 ഫെഡറേഷനുകളുണ്ട്.
കുന്നുമ്മൽ തൂണേരി ബ്ലോക്കുകളായിട്ടുള്ള 14 പഞ്ചായത്തുകളിലായി 10 ഫെഡറേഷനുകൾ. ആ ഫെഡറേഷനുകളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നാളികേര കൃഷിക്കാരുടെ 120 സൊസൈറ്റികളുണ്ട്. ഇതിന് കീഴിൽ 4000 ഷെയർ ഉടമകൾ, 2500 രൂപ ഫേസ് വാല്യൂയുള്ള ഷെയറുകൾ എടുത്തിട്ടുള്ള 4000 ഷെയർ ഉടമകളുമുണ്ട്. അപ്പോൾ അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു കർഷകരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ കമ്പനികൾ. ഓരോ കമ്പനികളും 10,000 കൃഷിക്കാർ അംഗങ്ങളായിട്ടുള്ള ഇതുപോലെയുള്ള ഫെഡറേഷനുകളും അവയ്ക്ക് കീഴിൽ CPSകളും കൃഷിക്കാരുടേതായിട്ട് രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഇവയിലൂടെ മുമ്പ് കൃഷിക്കാർക്ക് വളം, തെങ്ങ് വെട്ടി മാറ്റുന്നതിനുള്ള സബ്സിഡി ഇതൊക്കെ നാളികേര വികസന ബോർഡ് നൽകിയിരുന്നു. അപ്പോൾ അവയെല്ലാം നിർത്തൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉൽപ്പാദനം ആരംഭിച്ച ഈ കമ്പനികളെല്ലാം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കേര കർഷകർക്കും ചെത്ത് തൊഴിലാളികൾക്കും വലിയ ആശ്വാസമായി രൂപം കൊണ്ട നീര ഉൽപ്പാദന വ്യവസായം ഇന്ന് വൻ തകർച്ചയിലാണ്. സംസ്ഥാനത്തെ നീര ഉൽപ്പാദന യൂണിറ്റുകളും നീര പാർലറുകളും പൂട്ടിക്കഴിഞ്ഞു. നീര ഉൽപ്പാദനത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി കേരളത്തിലെ വിപണി കീഴടക്കാൻ അയൽ സംസ്ഥാനങ്ങൾ തയ്യാറെടുക്കുമ്പോഴാണ് ഇവിടെ നീര ഉൽപ്പാദന വ്യവസായം തകർച്ചയിലെത്തി നിൽക്കുന്നത്. ഉൽപാദനം ആരംഭിച്ച ശേഷം കാലാനുസൃതമായി സാങ്കേതികവിദ്യ പരിഷ്കരിക്കാനും വിപണി കണ്ടെത്തി വിറ്റഴിക്കാനും സർക്കാർ സഹായവും ഉപദേശവുമൊന്നും നൽകാത്തതാണ് സംരംഭങ്ങളെ നഷ്ടത്തിലാക്കിയത്. വലിയൊരു പ്രതീക്ഷയോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി തുടങ്ങിയതാണ് ഈ നീര പ്ലാന്റ്. നീര പ്ലാന്റിന് വേണ്ടി ഒരുപാട് വേർപ്പൊഴുക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ കർഷകരിൽ നിന്നെല്ലാം ഓരോ കർഷകൻ്റെയും ഷെയർ പിരിച്ച് വലിയ പ്രതീക്ഷയോടെ തുടങ്ങി ഈ പ്രസ്ഥാനം ഇന്നിപ്പം എവിടെ എത്താതെ നിൽക്കുകയാണ്. നീര ഉൽപ്പാദനം ഇവിടെ നിന്നല്ല, നീര പ്ലാന്റുകൾ തുടങ്ങിയ ഒരു സ്ഥലത്തും നീര ഉൽപ്പാദനം ഇല്ല. നമ്മളതിനെ കുറ്റപ്പെടുത്തുകയല്ല, നീര ഒരു സ്ഥലത്തും വിജയിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ആണോ, അതിൻ്റെ വിലയുടെ ആണോ, എന്താണ് അതിൻ്റെ കയറ്റുമതി, എന്താണ് അതിൻ്റെ പ്രശ്നമെന്നൊന്നും നമ്മൾക്ക് പാവപ്പെട്ട ഈ കൃഷിക്കാരനറിയത്തില്ല. പക്ഷേ ഏതായാലും കൃഷിക്കാരൻ്റെ സ്വപ്നം ഫലമണിഞ്ഞില്ല, അത് ഫലവത്തായുമില്ല. ഇതിലിപ്പം ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനറികൾ ഇവിടെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കെട്ടിക്കിടക്കുന്ന നീരയിൽ നിന്ന് ചക്കരയും പഞ്ചസാരയും തേനും ചോക്ലേറ്റും വിനാഗിരിയുമെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എന്നാൽ വില കൂടുതലുള്ള ഈ വസ്തുക്കൾക്ക് വിദേശ രാജ്യങ്ങളിലുള്ള ആവശ്യകതയും വിപണിയും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാലേ വിറ്റഴിക്കാനാകൂ. വിനാഗിരി വിൽക്കണമെങ്കിൽ നിലവിലുള്ള ലൈസൻസിംഗ് നിയമത്തിലും മാറ്റം വരുത്തണം. ഉൽപ്പാദിപ്പിക്കുന്ന നീര തമിഴ്നാട്ടിലേക്ക് കയറ്റി അയച്ച് ടെട്രോ പാക്കിലാക്കി കൊണ്ടുവന്ന് വിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ കമ്പനികൾ മാത്രമാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. നീരയുടെ സാധ്യത മനസ്സിലാക്കിയ തമിഴ്നാടും ആന്ധ്രാപ്രദേശുമെല്ലാം കേരളത്തിനടുത്ത് ഫാക്ടറി സ്ഥാപിച്ച് ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിച്ച് കേരള വിപണി കയ്യിലൊതുക്കാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി വരികയാണ്. ഇതിനെ തുടങ്ങാൻ വേണ്ടി കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡും അതുപോലെ ഒരു പരിധിവരെ സംസ്ഥാന ഗവൺമെൻറ്റും തുടക്കത്തിൽ ചില സഹായങ്ങളൊക്കെ ചെയ്യുകയും അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച വേഗതയിൽ കമ്പനികൾ മുമ്പോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള പ്രശ്നം മനസ്സിലാക്കി പരിഹരിച്ചുകൊണ്ട് അത് നിവർത്തിക്കൊണ്ടു പോകുന്നതിന് പകരമായി മാർക്കറ്റിൽ നിന്നും അതേപോലെ സഹായങ്ങളിൽ നിന്നും എല്ലാം പിന്തിരിയുന്ന ഒരു രീതി കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും സ്വീകരിച്ചു. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉപാധി എന്താണ് എന്ന് ചിന്തിച്ച് പരിഹാരവുമായി മുമ്പോട്ട് വരുന്നതിന് പകരമായി നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതെല്ലാം എന്ന നിലയ്ക്ക് അവരെ ഒരു പരിധിവരെ ഒരു നിരാലംബരാക്കി മാറ്റി ഉപേക്ഷിക്കപ്പെടുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. നാളികേര ഉൽപാദക സംഘങ്ങൾക്കോ ഫെഡറേഷനുകൾക്കോ പ്രായോഗിക തലത്തിൽ കൃഷിവകുപ്പുമായി യാതൊരു സംയോജനവുമില്ല. സബ്സിഡികൾ കൃത്യമായി നൽകാതെ വന്നതോടെ ഭീമമായ തുക വായ്പയെടുത്ത പല യൂണിറ്റുകളും ഇന്ന് ജപ്തി കാത്ത് കിടക്കുകയാണ്. വലിയ വാഗ്ദാനങ്ങൾ നൽകി രൂപപ്പെടുത്തിയ സൊസൈറ്റികളെയെല്ലാം സംസ്ഥാന കൃഷിവകുപ്പ് കൈയൊഴിഞ്ഞിരിക്കുന്നു. വിവിധ ജില്ലകളിലായി വലിയ മുതൽ മുടക്കിൽ പ്രവർത്തനം തുടങ്ങിയ പ്ലാന്റുകളുടെയും ഉൽപാദക സംഘങ്ങളുടെയും അവസ്ഥ ഇത്തരത്തിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സബ്സിഡികൾക്ക് പുറമെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും മറ്റു ബാങ്കുകളിൽ നിന്നും ലോണെടുത്തായിരുന്നു തുടക്കം. എന്നാൽ സബ്സിഡി കൃത്യസമയത്ത് നൽകാതെ വന്നതോടെ ഭീമമായ തുക പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടതായി വന്നു. 2 കോടി വായ്പയെടുത്ത കമ്പനിക്ക് 28 ലക്ഷത്തോളം പലിശ നൽകേണ്ട സാഹചര്യമാണ്. കഴിഞ്ഞൊരു 5-6 വർഷം കൊണ്ട് കേരളത്തിൽ ഒരു 51.5 കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട്. കർഷകർ 5-10 രൂപയായിട്ട് സമാഹരിച്ചിട്ടുണ്ട്.
10 കോടി രൂപയോളം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി അവർക്കൊരു അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 27 കോടി രൂപയോളം ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒരു ഒട്ടാകെ സംഗതി. ഇപ്പോൾ കേരളത്തിലുള്ള 29 പ്രൊഡ്യൂസർ കമ്പനി ഉണ്ട്. ഈ പറഞ്ഞ ഏതാണ്ട് 70,000-ഓളം വരുന്ന CPS ഫെഡറേഷൻ കമ്പനി ഒഫീഷ്യൽസ് ഉണ്ട്. ഇതിൻ്റെ 99.9% ആൾക്കാരും നാട്ടിൽ നല്ലത് നടക്കട്ടെ എന്ന് കരുതി വന്നതാണ്. ഇപ്പോൾ അവർക്കാണ് ഈ സർഫാസി ആക്ടിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എറണാകുളത്തുള്ള തിരുകൊച്ചി എന്നുള്ളൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർമാരുടെ എല്ലാവരുടെ പ്രോപ്പർട്ടി റവന്യൂ റിക്കവറിക്ക് വെച്ചേക്കുകയാണ്. ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ മകളുടെ കല്യാണമാണ്. മകളുടെ കല്യാണത്തിന് ആ സ്ഥലം വിറ്റിട്ട് കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തു. ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ഉണ്ടാവുമല്ലോ. പ്രായമായ ആൾക്കാരും കർഷകരൊക്കെയാണ്. കർഷകനാണെങ്കിൽ മകളുടെ കല്യാണം നടത്തണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ സ്ഥലം വിറ്റാലേ പറ്റുള്ളൂ. വേറെ വരുമാനമൊന്നും കിട്ടാനില്ല. വിൽക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അങ്ങനെ അറിയണേ ഈ സംഗതി നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ സബ്സിഡി സമയത്തിന് തന്നിരുന്നെങ്കിൽ, ഒറ്റ കാര്യം, സബ്സിഡി നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞ വാക്കിന് സർക്കാരിനെ വിശ്വസിച്ചിട്ടാണല്ലോ പാവപ്പെട്ട കർഷകർ ഇറങ്ങിയത്. ആ ഒറ്റ വാക്കിൻ്റെ വിലയുണ്ടായിരുന്നെങ്കിൽ ഈ കേരളത്തിലെ നാളികേര ഉൽപ്പാദക കമ്പനികൾക്ക് ഗതി വരില്ല. കർഷകരെയും കാർഷികോൽപ്പന്നങ്ങളെയും ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്ന ഒരു നിലപാടും സർക്കാർ ഏജൻസികളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ ഉണ്ടാകുന്നില്ല. കേര കർഷകരെ കണ്ടെത്തി നിശ്ചിത തുക നിക്ഷേപം സ്വീകരിച്ച കമ്പനികളെല്ലാം നിലനിൽപ്പിനായി നെട്ടോട്ടമാണ്. ഞങ്ങളുടെ കമ്പനി 2 കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ നീര പ്ലാന്റ് തുടങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ വെളിച്ചെണ്ണ പ്ലാന്റും തുടങ്ങി. ആ വെളിച്ചെണ്ണ പ്ലാന്റ് 2.5 കോടി മുതൽ മുടക്കിലാണ് ഞങ്ങൾ വെളിച്ചെണ്ണ പ്ലാന്റ് ഞങ്ങൾ തുടങ്ങിയത്. അവിടെ 10,000 ലിറ്ററോളം വെളിച്ചെണ്ണ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്റ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം അതിൻ്റെ 30% മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. കാരണം നമുക്ക് മാർക്കറ്റിങ്ങിൽ ഞങ്ങൾ നേരിടുന്നതാണ് ഞങ്ങളുടെ പ്രധാന പ്രശ്നം. ഞങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം, വ്യാജ വെളിച്ചെണ്ണ ഇപ്പോൾ വളരെയധികം വ്യാപകമായി. ഈ സമയത്ത് പോലും നമ്മളുടെ വെളിച്ചെണ്ണക്കൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടെങ്കിൽ കൂടെയും അത് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കാൻ നോക്കാതില്ല. കാരണം ഞങ്ങൾക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തിയാണ് ഞങ്ങളെ കാരണം. ഇതിനു വേണ്ടി നമ്മൾ സംസ്ഥാന സർക്കാരും മറ്റിതര ഏജൻസികളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ള ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് പ്ലാന്റ് തുടങ്ങാൻ വേണ്ടി പോലും പലർക്കും ഇപ്പോൾ സാമ്പത്തിക ഭദ്രതയില്ല. അതുകൊണ്ട് അതിനു വേണ്ട ഒരു 50% സബ്സിഡി നൽകിക്കൊണ്ട് അടിസ്ഥാന സൗകര്യം, പ്ലാന്റും മെഷീനറിയും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ട സൗകര്യം കൊടുക്കണം. കൂടാതെ നമ്മുടെ വിപണനത്തിനാവശ്യമായ അല്ലെങ്കിൽ ക്യാപിറ്റലിന് ആവശ്യമായ ഒരു പ്രവർത്തന ഫണ്ട് കൊടുക്കണം. പിന്നെ മാർക്കറ്റിങ്ങിന് ആവശ്യമായ സഹായവും കൊടുത്തുകൊണ്ട് ഈ 3 ഘടകങ്ങളിലും സർക്കാർ സഹായിക്കുകയാണെങ്കിൽ ഈ 30 കമ്പനികളും മുന്നോട്ട് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്ലാന്റുകൾ സജ്ജമായിട്ടും പ്രവർത്തനം തുടങ്ങാത്ത യൂണിറ്റുകളും നിരവധിയാണ്. കമ്പനികളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന സബ്സിഡി തുകയ്ക്ക് ന്യായമായ പലിശ പോലും കണക്കാക്കി തരാത്തതും വായ്പകളെ കാർഷിക ആവശ്യത്തിനുള്ളതായി പരിഗണിക്കാത്തതും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. ഒരു ചെറിയൊരു ഓർഡർ ഇറക്കിക്കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായം നമുക്കുള്ളത്. ഇപ്പോൾ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗത്തും ഹൈഡൽ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തും കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗത്തുമായി നിലവിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന 22ഓളം പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളിൽ ഞങ്ങൾക്ക് ഔട്ട്ലെറ്റ് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം വിറ്റഴിക്കാൻ കഴിയും. മാത്രമല്ല, പുറത്തു നിന്ന് വരുന്ന വിദേശികളെ സംബന്ധിച്ച് മറ്റു പല സ്ഥലത്തും ലഭ്യമല്ലാത്ത തീർത്തും ഗ്രാമീണമായ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് അവർക്ക് കൊടുക്കാനും അതോടുകൂടി തന്നെ നമ്മളുടെ ഗ്രാമീണതയുടെ ഒരു സ്പർശം അവരിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയും. 100% ശുദ്ധമായ വെളിച്ചെണ്ണ നാളികേര ഉൽപ്പാദക സംഘങ്ങൾ പുറത്തിറക്കുമ്പോഴും അതിനു നേരെ മുഖം തിരിക്കുകയാണ്. വിവിധ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ സഹകരണ സ്ഥാപനമായ കേരഫെഡ് വഴി വിറ്റഴിച്ചാൽ മാത്രം മതി വ്യാജ വെളിച്ചെണ്ണയുടെ ഒഴുക്ക് തടയാൻ. അത് ചെയ്യാതെ തമിഴ്നാടിനെയും മറ്റ് സംസ്ഥാനങ്ങളെയും ആശ്രയിക്കുകയാണ് നമ്മളിപ്പോഴും. നീര ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്ത് വേണ്ടത്ര പരിഗണന ലഭിക്കാതെ വന്നതോടെയാണ് ഉൽപ്പാദക കമ്പനികൾ വെളിച്ചെണ്ണ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. സംസ്ഥാനത്ത് നിന്ന് തന്നെ ശേഖരിക്കുന്ന കൊപ്ര പരമ്പരാഗത ചക്കിലാട്ടിയാണ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ 29ഓളം വരുന്ന ഉൽപ്പാദക കമ്പനികളിൽ നിന്ന് കൊപ്രയോ വെളിച്ചെണ്ണയോ വാങ്ങാൻ കേരഫെഡോ സപ്ലൈകോയോ തയ്യാറാകുന്നില്ല. പുറത്ത് ടെൻഡർ വിളിച്ചെടുക്കുന്നതിൽ ഏറിയ പങ്കും കാങ്കയത്ത് നിന്നെത്തുന്ന സൾഫർ അടങ്ങിയ കൊപ്രയാണ്. ഇപ്പോൾ കൺസ്യൂമർ ഫെഡ്, പിന്നെ സപ്ലൈകോ, ത്രിവേണി മുതലായ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ വെളിച്ചെണ്ണ ഞങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലത്തെ കമ്പനികൾക്ക് മാത്രം 30 കമ്പനികളോളം ഇന്ന് നിലവിൽ പിന്നെ പ്രൊഡ്യൂസർ കമ്പനികൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സർക്കാരുകൾ മുന്നോട്ട് വന്നാൽ
നല്ല രീതിയിലുള്ള വെളിച്ചെണ്ണ സംസ്ഥാനത്തൊട്ടാകെ നമുക്ക് വിതരണം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റും. കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡില്ലാതെ വരികയും അന്യസംസ്ഥാന ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് പ്രതിസന്ധിയുടെ മൂല കാരണം. ഇതിനകത്ത് വല്ലാത്തൊരു സാമൂഹ്യ വിരുദ്ധ കാഴ്ചപ്പാടുണ്ട്. അതായത് സമൂഹത്തിനെ സഹായിക്കുന്ന നല്ല സ്ഥാപനങ്ങൾ ഉണ്ടായി വരരുതെന്നുള്ള ഒരു താല്പര്യം ഇതിനകത്ത് എവിടെയോ കാണാനുണ്ട്. കാരണം ഈ പറഞ്ഞവരെല്ലാവരും ഇറങ്ങിപ്പുറപ്പെടുന്ന തേങ്ങയിലാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ നാട്ടിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് പറ്റുള്ളൂ. കാരണം ഇവർക്ക് ആർക്കും വേറെ വ്യക്തി താല്പര്യങ്ങളില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ 2 ടൺ വെളിച്ചെണ്ണ ദിവസം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് അതിൽ മായം ചേർക്കേണ്ട ആവശ്യമില്ല. മായം ചേർക്കാതെ തന്നെ ഞങ്ങൾക്കത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ആൾക്കാരെ സമൂഹത്തിന് വേണ്ട, അഥവാ അങ്ങനെയുള്ള ആൾക്കാരെ പൊളിക്കണമെന്ന് വേറെ ആരൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നീര വന്നു കഴിഞ്ഞാൽ നീര ഇപ്പോഴും ഇവിടെ 200 തെങ്ങ് ചെത്തുണ്ട്. ഒരു തെങ്ങ് ചെത്തണ ഒരു കർഷകനെ ഞങ്ങൾ നീര ചെത്തുണ്ടെങ്കിൽ മാസം 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. കള്ള് ചെത്തുമ്പോൾ കിട്ടുന്നത് പരമാവധി കേരളത്തിൽ ഇവിടെ ചുറ്റുഭാഗത്ത് കിട്ടുന്ന 550 രൂപയാണ്. നിങ്ങൾ ജില്ലയുടെ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരത്തോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ 250 രൂപയാണ് ഒരു തെങ്ങിന് കിട്ടുന്നത്. അപ്പോഴാണ് ഞങ്ങൾ 1000 രൂപ കൊടുക്കുന്നത്. അപ്പോൾ 1000 രൂപ വെച്ച് കർഷകന് കിട്ടുന്നു. ഇതൊക്കെ കർഷകർക്ക് നേരിട്ട് മെച്ചം കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും വളർന്നു വരണ്ട. ആ ധാരണ എവിടെയോ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ സഹായിക്കേണ്ട ആൾക്കാരുണ്ട്. ഇത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനാണ് നമുക്ക് കൃഷി വകുപ്പും ബാക്കി ഏജൻസികളൊക്കെ ഉള്ളത്. അവരെല്ലാം ഇത് കണ്ടറിഞ്ഞ് കൈകൊട്ടിച്ചിരിക്കണമെന്ന് എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിലൊന്നും ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. കമ്പനികളുടെ സാമ്പത്തിക പ്രയാസം മറികടക്കാനും ശുദ്ധമായ വെളിച്ചെണ്ണ വിപണിയിലെത്താനും നാളികേര ഉൽപ്പാദക കമ്പനികളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി. അതുണ്ടാകാത്ത പക്ഷം നമ്മൾ വിഷം തിന്നുകൊണ്ടേയിരിക്കും. നാളികേര ഉൽപ്പാദക കമ്പനികളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. ലാഭേച്ഛ മുന്നിൽ കാണാതെ വ്യവസായം തുടങ്ങി കടക്കെണിയിലായ കർഷകരെ സംരക്ഷിക്കേണ്ടതുണ്ട്. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഈ വേളയിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നവയെ താങ്ങി നിർത്താൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സർക്കാർ പുനർചിന്തനം നടത്തുക തന്നെ വേണം. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, നേർക്കണ്ണ്, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9946108174. മറ്റൊരു നേർക്കാഴ്ചയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.